ബാബുൽ ആദാൻ, ഇത് ബാങ്ക് തന്നെ ആദാനെ സംബന്ധിച്ച് പറയുന്നുള്ള ബാബാകുന്നു. അൽ-ഫസ്ൽ അവൽ അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ദക്കറുൻ നാസ വന്നാഖൂസ് ദക്കറുൻ നാറ വന്നാഖൂസ്. സഹാബത്ത് തീയെ പറ്റിയും നാഖൂസിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതായത് ഈ സന്ദർഭം എന്താണ്, നിസ്കാരത്തിന് എന്ത് വേണോ, നിസ്കാരത്തിന് ബാങ്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല ആദ്യം. ആ സമയത്ത് ജനങ്ങൾ എന്താണ് അറിയിക്കുക ഒരു മാർഗം എന്നുള്ള നിലക്ക് സഹാബത്ത് ഇങ്ങനെ ചർച്ച ചെയ്ത്. അപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞ് നാറിനെ പറ്റി, തീ വല്ലതും കത്തിച്ചിട്ട് ഇങ്ങനെ അറിയിച്ചാലോ, തീ ബന്ധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നാക്കൂസ് ചെല്ലു പറഞ്ഞ് നാക്കൂസ് ഒരു എന്താ അതിൻ്റെ പേര്, നഖാരം എന്ന് പറയുന്ന ഒരു തരം ചെണ്ട പോലത്തെ വലിയ സാധനമാണ്. അത് കൊട്ടുമ്പോൾ എന്ത് ചെയ്യും, ശബ്ദം കേൾക്കും. അപ്പോൾ ഫദക്കറുൽ യഹൂദ വൻ നസാറ, അപ്പോൾ അവർ പറഞ്ഞു യഹൂദിനെയും നസാറിനെയും, ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ക്രിസ്ത്യാനികളൊക്കെ പറ്റി പറഞ്ഞു. അതായത് ക്രിസ്ത്യാനികളും ജൂതന്മാരെ പറ്റി പറഞ്ഞു എന്ന് വെച്ചാൽ ഈ വേറെ ഒരു ടീം എന്ത് ചെയ്യും, തീനെ ഉപയോഗിക്കും, മറ്റൊരു ടീമിൽ നഖാരത്തെ ഉപയോഗിക്കും. അപ്പോൾ അവരോട് സദൃശ്യമാവുമല്ലോ എന്നുള്ള പ്രശ്നം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ തീ ഉപയോഗിച്ചാൽ ആരുതാണ്, ജൂതന്മാരോടോ മറ്റേ നഖാരം ഉപയോഗിച്ചാൽ ഒരു ജൂതന്മാരോടോ ഒക്കെ സദൃശ്യത ഉണ്ടാവും. അതിൻ്റെ കറക്റ്റ് രൂപം അറിയില്ല, എന്തായാലും രണ്ടും ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഈ ജൂതന്മാർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കൊമ്പ് വിളിച്ചിട്ടാണ്. ക്രിസ്ത്യാനികൾ എന്താണ്, മണി അടിക്കുക. നമ്മൾ കപ്പിയാർ എന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ, മണി അടിക്കുന്ന ആൾക്കാർ. അപ്പോൾ കപ്പിയാർ നമ്മുടെ മോദിയും ബാങ്ക് കൊടുക്കുന്ന പോലെ അവരെന്ത് ചെയ്യും, അവരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് കപ്പിയാർ മണി അടിക്കുകയാണ് ചെയ്യുക. എന്തായാലും അതൊക്കെ എന്തെല്ലാം ഉപയോഗിച്ചിരുന്നു അന്നത്തെ കാലത്ത്, വ്യക്തത അത്ര വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ ഉപയോഗിച്ചിരുന്നു. തീനെ നാക്കൂസ് ഒരു തരം വാദ്യോപകരണ ഒരു നഖാരം എന്ന് പറയും. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു അത് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സദൃശ്യത ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത് ഫദക്കർ യഹൂദ വന്നസാറ. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ജൂതന്മാരോട് ഇങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ സദൃശ്യത ഉണ്ടാവില്ലേ. അങ്ങനെ അമറ ഉമിറ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കപ്പെട്ടു അയ്യുഷഫി അൽ ആദാന, ബാങ്കിനെ ഇരട്ടിയാക്കാനും യൂത്തിറൽ ഇഖാമത്ത് ഒറ്റയാക്കാനും. അപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അങ്ങനെ ഡബിളായിട്ടാണ് പോകുന്നത് അല്ലേ ബാങ്ക്. പിന്നെ അല്ലാഹു അക്ബർ 4 വട്ടമുണ്ട്, അല്ലാഹു അക്ബർ അത് തന്നെ 2 വട്ടമായിട്ട്, അപ്പോൾ 4 ടോട്ടലുണ്ട്. പിന്നെ ഇഖാമത്ത് ഗാലിബിൽ അങ്ങനെയാണല്ലോ, അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹയ്യ അലൽ സലാ. അല്ലാഹു അക്ബർ കൂട്ടാതെ അങ്ങനെ പോകും. പിന്നെ ഇഖാമത്ത് സ്ഥലം എന്താണ്, അവിടെ 2 വട്ടം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഗാലിബ് ഈ ഇഖാമത്തിൻ്റെ ഭൂരിഭാഗവും ഒറ്റയായിട്ടും ബാങ്കിന് ഭൂരിഭാഗവും ഇരട്ടയായിട്ടാണ്. അപ്പോൾ ആ രൂപത്തിൽ ചെയ്യാൻ വിലാവുകയാണ് കൽപ്പിക്കപ്പെടും. നബി തങ്ങൾ പറഞ്ഞു കാല ഇസ്മായിൽ എന്ന ഒരു പറയാണ് ഫദക്കറതുഹു ദി അയ്യൂബ്, ഞാനിത് അയ്യൂബ് എന്നവർക്ക് പറഞ്ഞു കൊടുത്തു. ഇസ്മായിൽ എന്നത് ഈ പരമ്പരയിലുള്ള ഒരു റാബിയാണ്. അപ്പോൾ ഇസ്മായിൽ എന്നവർ പറഞ്ഞു ഞാനിത് അയ്യൂബ് എന്നവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കാല, അപ്പോൾ അയ്യൂബ് പറഞ്ഞു ഇല്ല ഇക്കാമത്ത് വഴി കേട്ടോ, ഇക്കാമത്ത് 2 വട്ടം ഉണ്ട്. ഇക്കാമത്തിൽ ഇക്കാമ എന്നുള്ള സംഗതി ഇല്ലേ, അത് കാമത്ത് സ്ഥലം അത് 2 വട്ടം ഇല്ലേ. അപ്പോൾ ഹയ്യാൽ സ്ഥലം 1 വട്ടമുള്ളൂ, ഹയ്യാൽ ഫ 1 വട്ടമുള്ളൂ, അശ്ഹദു വശം അതൊക്കെ 1 വട്ടമുള്ളൂ. പക്ഷെ അത് കാമത്ത് സ്ഥലം 2 വട്ടം. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ് ആര്, ഈ അമ്മാർ എന്നവർ അല്ല അയ്യൂബ് എന്നവർ മുത്തഫഖനായി. പിന്നെ അബി മഹ്സൂറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അൽക്ക അലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, അല്ല അൽക്ക അലിയ. അപ്പം ആരെന്നാണ് അബൂ മഹ്സൂറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യണം. അദ്ദേഹം പറയാണ് അൽക്ക അലിയ, എൻ്റെ മേലിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തദീന, ബാങ്കിന് ഇട്ടു തന്നു. നബിതങ്ങൾ തന്നെ, നബിതങ്ങളെ കൊണ്ട് തന്നെ, അതായത് നബിതങ്ങൾ സ്വന്തമായിട്ട് ബാങ്കിന് ഇട്ടു തന്നത് എന്നെ ബാങ്ക് കേൾപ്പിച്ചു. എന്നിട്ട് ഫഖാൽ എന്ത് പറഞ്ഞു, കുൽ താങ്കൾ പറ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹു ഇലാഹനാണ്, അള്ളാഹ് അല്ലാതെ വേറൊരു ഇലാഹില്ല. നബിതങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ്. പിന്നെ സുമ്മ തഊദു, പിന്നെ നമ്മൾ മടങ്ങിയിട്ട് ഫതഖൂലു, പിന്നെ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പം ആദ്യം പറഞ്ഞതിന് വീണ്ടും ആവർത്തിച്ച് വരുന്നതിനാണ് മടങ്ങിയത്, പോയി എന്നല്ല, അവിടെ നിന്നിട്ട് എന്താ ആവർത്തിച്ചു എന്നുള്ള ഇതിലാണ്. അതായത്
ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? മെല്ലെ പറയില്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് രണ്ട് വിധം മെല്ലെ പറയും. അതിന് ശേഷമാണ് ഒച്ചക്ക് പറയുക. അതാണ് പറഞ്ഞത്. ആദ്യം മെല്ലെ പറഞ്ഞു തന്നു, പിന്നെ താഴെ നബിതങ്ങൾ ആവർത്തിച്ചിട്ട് പറയുകയാണ് അശ്വലാ, ആ ഒച്ചക്ക് പറയാം. അപ്പോൾ അത് സുന്നത്താണെന്ന് മനസ്സിലായാലും അപ്പോൾ ആ രൂപത്തിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 4 വട്ടം ഉണ്ടാവും, അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി 4 വട്ടം ഉണ്ടാവും. അങ്ങനെ അത് പിന്നെ ഹയ്യ അൽ സലാ ഹയ്യ അൽ ഫലാ നിസ്കാരത്തിലേക്ക് പോവാ. ഹയ്യ അൽ സലാ ഹയ്യ അൽ സലാ നിസ്കാരത്തിലേക്ക് പോവാ. ഹയ്യ അൽ ഫലാ വിജയത്തിലേക്ക് പോവാ. ഹയ്യ അല്ലെ, ഹയ്യ അലൽ ഫലാഹിന്മേൽ വരൂ എന്നുള്ളതിൽ ഇസ്മുഫയിലാണ്. അല്ലാഹു അക്ബർ അല്ലാഹു വലിയവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല, റവാഹു മുസ്ലിം. അപ്പോൾ ആ രൂപത്തിൽ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എന്നോട് അത് ആദ്യം നബിതങ്ങൾ ചൊല്ലുക എന്നിട്ട് പറയാൻ പറഞ്ഞത്. പറയാൻ പറഞ്ഞില്ല അല്ല ഫഖാല കുൽ, താങ്കൾ പറയാൻ പറഞ്ഞു. നബിതങ്ങൾ ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട്. ഇനി അൽ ഫസ്ൽ സ്ഥാൻ, രണ്ടാം ഫസ്ൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല കാനൽ ആദാനു ബാങ്കായിരുന്നു അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മറത്തൈനി രണ്ട് വട്ടം മറത്തൈനി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ശാഫി മദ്ഹബിന് തെളിവാണ്. ഹനഫി മദ്ഹബിന് എന്തല്ല, ഇത് തെളിവല്ല. കാരണം ഹനഫി മദ്ഹബിൽ എന്താണ് ഇഖാമത്തിന് എന്താ, നമ്മൾ നേരത്തെ ഇഖാമത്തിൻ്റെ വിഷയം കേട്ടോ. ഇഖാമത്തിന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി, ആ രൂപത്തിലാണ് അവരുടെ ഇഖാമത്ത്. ഇഖാമത്ത് മറത്ത് അങ്ങനെയാണ് നബിതങ്ങളുടെ ഈ ഹദീസും നമുക്ക് തെളിവായിട്ടാണ് വരുന്നത്. വൈറ അന്നഹു, പക്ഷേ നബിതങ്ങൾ കാന യഖൂലു പറയാറുണ്ടായിരുന്നു, എന്ത് ഖദ് ഖാമത്തിസ്സലാ, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കുന്ന ആൾ പറയാറുണ്ടായിരുന്നു നോക്കണം. കാര്യം വൈറ അന്നഹു, പക്ഷേ കാര്യം ഇഖാമത്ത് കൊടുക്കുന്ന ആൾ പറയാൻ ഖദ് ഖാമത്തിസ്സലാ രണ്ട് വട്ടം പറയായിരുന്നു. അപ്പോൾ ഇഖാമത്തിൻ്റെ അവിടെ ഇഖാമത്തിൻ്റെ വചനം ഉണ്ടല്ലോ, ഖദ് ഖാമത്തിസ്സലാ എന്നുള്ള വചനം, അത് മാത്രം രണ്ട് വട്ടം ഉണ്ടാവും. പിന്നെ അല്ലാഹു അക്ബർ നമ്മൾ ഒന്നായിട്ട് കൂട്ടിയാൽ മതി. അല്ലാഹു അക്ബർ ബാങ്കിൽ 4 വട്ടം ഇല്ല. അങ്ങനെയെങ്കിൽ അല്ലാഹു അക്ബർ അത് ഇഖാമത്തിൽ ഒരു വട്ടമുള്ളൂ. അപ്പോൾ അതിന് ഒരു വട്ടമായിട്ട് കൂട്ടുക. അല്ലാഹു അക്ബർ ഒന്നായിട്ട് കൂട്ടേണ്ട, അല്ലാഹു അക്ബർ ഒന്നായിട്ട് കൂട്ടാം. അങ്ങനെ ആകുമ്പോൾ ഇഖാമത്തിലെല്ലാം ഒന്നാണ്. ഈ ഖദ് ഖാമത്തിസ്സലാ എന്നുള്ളത് മാത്രമാണ് രണ്ട് വട്ടം. റവാഹു അബൂ ദാവൂദ് വന്നസായി വദ്ദാരിമി. വാൻ അബി മഹദൂർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമഹുൽ ആദാൻ, നബി തങ്ങൾ അദ്ദേഹത്തിന് ബാങ്ക് പഠിപ്പിച്ചു കൊടുത്തു. 19 കലിമത്തിന്, എത്രയായിട്ട്? 19 കലിമത്തുകളായിട്ട്. എന്നൊക്കെ മനസ്സിലാവും. ഇഖാമത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഇഖാമത്ത് 17 കലിമത്ത്, 17 കലിമത്തുകളായിട്ട്. റവാഹു അഹ്മദ് വത്തുർമുദി വഅബൂ ദാവൂദ് വന്നസായി വദ്ദാരിമി വഇബ്നു മാജ. വാനു അബൂ മഹദൂർ റളിയല്ലാഹു അൻഹു ഖാൽ ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിബ്നി, എനിക്ക് പഠിപ്പിച്ച സുന്നത്തുൽ ആദാൻ, ബാങ്കുള്ള സുന്നത്തിന് എനിക്ക് പഠിപ്പിച്ച. കാരണം നബിതങ്ങൾ പറഞ്ഞു, കാല റാവ് പറയാണ്, ഫമസഹ, നബിതങ്ങൾ തടവി, മുഖദ്ദമ റഅസി, നബിതങ്ങളുടെ തലയുടെ മുൻഭാഗം നിന്ന് തടവൂലേ, അങ്ങനെ വെറുതെ തടവിയിട്ട് എന്ത് ചെയ്ത്, കാല നബിതങ്ങൾ പറഞ്ഞു, തഖൂലു അല്ലാഹു അക്ബർ എന്ന് പറയും. നീ അല്ലാഹു അക്ബർ എന്ന് പറ. തർഫഉ ബിഹാ സൗതക, നിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട്, നീ തന്നെ അതിനെയും കൊണ്ട് നിന്റെ ശബ്ദം ഉയർത്തുന്നതിനായി നിൽക്കും. സുമ്മത്തക്കോലെ, പിന്നെ നീ പറ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറ. എങ്ങനെ? തഖ്ഫിദു, നീ തന്നെ താഴ്ത്തുന്നതിനായി നിനക്ക്, ബിഹ, ഈ വചനങ്ങളെയും കൊണ്ട്, സൗതക, നിന്റെ ശബ്ദത്തെ. അപ്പം മെല്ലെ പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ, അങ്ങനെ പറയാം. സുമ്മ തർഫോ, പിന്നെ നീ ഒച്ചത്തിലാക്കണം, സൗതക്ക, നിന്റെ ശബ്ദത്തെ, ഷഹാദത്ത് കൊണ്ട്. അപ്പം ഈ ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി അശ്ഹദു അന്ന മുഹമ്മദൻ, ഒച്ചത്ത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ആദ്യമല്ല പിന്നെ ഒച്ചക്ക്. അപ്പം ആ രൂപത്തിൽ ഒച്ചക്ക് പറയാൻ പറഞ്ഞു. പിന്നെ ഹയ്യ അല സലാ, അതൊക്കെ ഒച്ചക്ക് പറയണം. ഹയ്യ അല സലാ, ഹയ്യ അല സലാ, ഹയ്യ അൽ ഫലാ, ഹയ്യ അൽ ഫലാ. ഫഇൻ കാന സലാത്തു സുബ്ഹി, ഇനി സുബ്ഹിസ്കാരമാണെങ്കിലോ, സുബ്ഹിസ്കാരമായാൽ കുൽത്ത, നീ പറയുക, എന്ത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരം ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹിസ്കാരമാകുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം, തസ്ബീഹ് അല്ലേ, അതിനെ ഇതാക്കണം, അത് സുന്നത്താണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ആർക്ക്? അബൂ മഹദൂർ റളിയല്ലാഹു അൻഹു. عن بلال رضي الله عنه أنه قال
കാലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അരുളി, ലാ തസൂബന്ന, നീ എന്ത് നടത്തരുത്, ഈ സൗബിൻ്റെ സീഗ പറയരുത്. അതായത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ആ ഒരു സീഗ പറയരുത്. ഫിഷയും ഒരു ബാങ്കിൽ നിന്നാണ്, ഒന്നിലും ഒരു ബാങ്കിലും പിന്നെ സ്വലാത്ത് നിസ്കാരത്തിൽ നിന്നുള്ള ഒരു ഇല്ലാ ഫി സ്വലാത്തുൽ ഫജ്ർ, സുബഹി നിസ്കാരത്തിൻ്റെ അല്ലാത്തതിൽ, സുബഹി നിസ്കാരത്തിൻ്റെ ബാങ്കിൽ മാത്രം ഈ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയാം, വേറെ എന്തിനും പറയേണ്ടതാണ്. റവാഹു തുർമുദി ഇബ്നു മാജ. അക്കാലത്ത് തുർമുദി പറഞ്ഞു, അബൂ ഇസ്രായീൽ റാവി, ഇതിലെ ഈ പരമ്പരയിൽ റാവി ആയിരുന്ന അബൂ ഇസ്രായേൽ എന്നുള്ള ആൾ, ലൈസ ഹുവ ബിദാലിക്കൽ കവി, ലൈസ ഹുവ അദ്ദേഹമല്ല, ബിദാലിക്ക അതല്ല, അൽ കവി ആ കവിയല്ല, അതായത് ഹദീസിലൊക്കെ പരിഗണിക്കേണ്ടതായ അത്രത്തോളം ബലവാനായിട്ടുള്ള ഒരു അത്രത്തോളം സിക്കത്തായിട്ടുള്ള ഒരു ആളല്ല ആ റാവി എന്ന് മനസ്സിലായല്ലോ. അതൊരു പ്രയോഗമാണ്, അങ്ങനെ കൊടുക്കാറുണ്ട്, തുറമുദീമാമ അങ്ങനെ പറയാറുണ്ട്. എന്ത് അഹ്ലുൽ ഹദീസ്, ഹദീസിൻ്റെ വക്താക്കളുടെ എടുക്കൽ. ഇനി وعن جابر رضي الله عنه جابر رضي الله عنه أنه قال وعن جابر رضي الله عنه أن رسول الله صلى الله عليه وسلم قال لبلال, ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹു, ഇദാ അദ്ദൻത, നീ ബാങ്ക് കൊടുത്താൽ ഫതുർസിൽ, എന്താക്കുക, തുർസിൽ എന്ന് വെച്ചാൽ തുംഹിൽ, ഇംഹാലാക്ക, ഒരു മുഹലത്തോടു കൂടി ബാങ്ക് കൊടുക്കുക, അതായത് സാവകാശത്തോടു കൂടി. മുഹലത്ത് രണ്ടും വായിക്കാമെന്ന് പലരും പറയാമല്ലോ. കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദൊക്കെ പറയുന്നത് മുഹലത്തെ വായിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ ഓർമ്മ. കാരണം മഹലത്തിന് വേറെന്തോ കൂടെ അർത്ഥമുണ്ട്. അപ്പം ഒരു രണ്ടെണ്ണത്തിൽ നിന്നുള്ളൊരു ഇതിന് മാത്രമുള്ള അർത്ഥത്തിലേക്ക് മാറുന്നതാണല്ലോ നല്ലത്. എന്തായാലും സാവകാശത്തോടു കൂടിയാണ് ബാങ്ക് കൊടുക്കേണ്ടത്. വൈദ അക്കന്ത, നീ ഇക്കാമത്ത് കൊടുത്താൽ ഫഹദിർ, ഹദർ, നമ്മൾ ഖിറാഅത്തിൽ ഹദർ ഏറ്റവും വേഗത്തിലോന്ന ഒരു ഇതുണ്ടല്ലോ, വേഗത്തിലോന്ന ഹദർ എന്നാണല്ലോ പറയാം. അപ്പം ഹദറാക്കാന്ന് വേഗത്തിലാക്കുക, ഇക്കാമത്ത് വേഗത്തിലാക്കുക, ബാങ്ക് വെല്ലയാക്കുക. വജ്അൽ മാ ബൈന ആദാനിക, വജ്അൽ മാ ഒന്നിനെ ആക്കുക, ബൈന ആദാനിക നിന്റെ ബാങ്കിൻ്റെ ഇടയിലുള്ള ഒന്നിനെ ആക്കുക, ഇക്കാമത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ അതിനെ ആക്കുക, കദറമാ ഒന്നിൻ്റെ അളവിലാക്കുക, ഒരു സമയത്തിൻ്റെ അളവിലാക്കുക. യഫ്റഉൽ ആക്കിലു തിന്നുന്നവൻ വിരമിക്കും മിൻ അക്ലിഹി തൻ്റെ തീറ്റിയിൽ നിന്ന്. അപ്പോൾ ഒരാൾക്ക് തിന്നാൻ എത്രയാണ് സമയം എടുക്കുക, അത്രയും സമയം മാത്രം. അപ്പോൾ അതിനുശേഷം ഇക്കാമത്ത് കൊടുക്കുക, അധിക സമയം വരരുത്. ഷാരിബു കുടിക്കുന്ന ആള് മിൻ ഷുർബി തൻ്റെ കുടിയിൽ നിന്ന് വിരമിക്കുന്ന ആ ഒരു വേള, കുടിക്കുന്ന വേള, തിന്നുന്ന വേള. വൽ മുഅ്തസിർ എന്ന് വെച്ചാൽ ഈ ഖദാഉൽ ഹാജത്തിന് പോകുന്ന ആള്, മുഅ്തസിർ എഴുത്തസറ, അസ്ർ ചെയ്യാന്ന് വെച്ചാൽ പിഴിയുക എന്ന് പറയില്ല, പിഴിയുക, അസീർ പിഴിയുക. അപ്പം പിഴിയാന്ന് വെച്ചാൽ ഇവിടെ മനോഹരിക്കുന്നതിനെ പറ്റി, മലമൂത്ര വിസർജനം ചെയ്യുന്നതിനെ പറ്റി പറയാം, അതൊരു പിഴിയലാണല്ലോ. എന്തായാലും മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളെ ഇതാ ദഖല ലി ഖദാഇ ഹാജത്തിഹി തൻ്റെ ആവശ്യം വീട്ടാൻ വേണ്ടി, അതായത് ഖദാഉൽ ഹാജത്തിന് വേണ്ടി അവൻ പ്രവേശിച്ചാൽ, അങ്ങനെയുള്ള മുഅ്തസിർ വിരമിക്കുന്ന ആളെ വരെ ആ ഒരു ടൈം, ആ വിരമിക്കുന്ന എത്രയാണ് സമയം എടുക്കുക അതിന് വേണ്ടി മലമൂത്ര വിസർജനം അത്രയും സമയം കൊടുത്താൽ മതി. വലാ തുഖീമു നിങ്ങൾ ഇക്കാമത്ത് കൊടുക്കരുത്, വലാ തഖൂമു നിങ്ങൾ നിൽക്കരുത്. അപ്പം ബിലാൽ റളിയല്ലാഹു ഇത്ര പറഞ്ഞ്, എന്നിട്ട് ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞാണ് നിങ്ങൾ നിൽക്കാൻ പാടില്ല. ബിലാൽ ഇക്കാമത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. തുഖീമു അല്ല തഖൂമു. ഹത്താ യറയാനി യറൗന തറയാനി യറൈന തറയാനി തറൗന അല്ലേ, ഹത്താ തറൗനി നിങ്ങൾ എന്നെ കാണുന്നിടം വരെ, എന്നെ കണ്ടാലേ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഷാഫി ഇമാമൊക്കെ പറഞ്ഞ നബി ഇമാമെല്ലാം പറഞ്ഞിട്ടുണ്ട് മിൻഹാജിൽ. അപ്പോൾ അതിനുള്ള തെളിവാണിത്. അതായത് എന്നെ കാണാൻ, അതായത് ഇമാമ് വരുമ്പോഴാണ് ഇക്കാമത്ത് തീരുമാനം. അപ്പോൾ ഇക്കാമത്ത് തീരുമ്പോൾ നിന്നാൽ മതി എന്ന് പല അഭിപ്രായങ്ങളും കാണാം. ഇക്കാമത്ത് തുടങ്ങുമ്പോൾ നിൽക്കണം, കദ്കാമത്ത് ഇസ്ലാത്ത് പറയുമ്പോൾ നിൽക്കണം, ഏതെങ്കിലും സമയത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് നിന്നാൽ മതി. അതുപോലെ തന്നെ ഇക്കാമത്ത് കൊടുത്ത് തീരുമ്പോൾ, അപ്പോൾ ഇക്കാമത്ത് കൊടുത്ത് തീരുമ്പോൾ നിൽക്കലാണ് നല്ലത്, സുന്നത്ത്. തുർമതി അപ്പോൾ കാല ഈ തുർമതിമ്മ പറഞ്ഞു, ലാൻ ആരിഫു നമുക്ക് ഈ ഹദീസിനെ അറിയില്ല, ഇല്ല മിൻ ഹദീസ് അബ്ദുൽ മുനഇമിൻ്റെ ഹദീസിലൂടെ അല്ലാതെ ഈ ഹദീസിനെ നമുക്കറിയില്ല എന്ന് പറഞ്ഞു. വഹു ഇസ്നാദുൻ മജ്ഹൂൽ, അത് മജ്ഹൂലായ ഇസ്നാദാണ്, ഈ സനദ് മജ്ഹൂലാണെന്ന്. അതായത് അതിലൊരു മജ്ഹൂലായ റാവി ഉണ്ട്, അതുകൊണ്ട് ആ റാവി ഉള്ളതിൻ്റെ പേര് ഇസ്നാദ് എന്താവും, മജ്ഹൂലായി തീരും. കാരണം ഈ റിവായത്തിലുള്ള ഓരോ റാവിമാരും ബാലാണ്. ഒരു ബാദിനെ കേട് വെച്ചാൽ ജുസിനെ തന്നെ, കുല്ലിനെ തന്നെ എന്താക്കും, കേടാവും. ഇനി വഅൻ സിയാദ് ബിൻ ഹാരിസ് സദാഇ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
എന്നോട് കൽപ്പിച്ചു അൻ അസിൻ നീ ബാങ്ക് കൊടുക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ അന്ന് മുഫസ്സറത്താണ് കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് അന്നിട്ടിട്ടൊരു ശേഷം ഒരു അമ്രൊക്കെ വരുമെന്നാണ്, അല്ലെങ്കിൽ ശേഷം ഒരു നെഹിയൊക്കെ വരുമെന്നാണ് അവിടെ അന്ന് മുഫസ്സറത്തായിരിക്കും. അതായത് എന്താ കൽപ്പിച്ചത്? ആ ബാങ്ക് കൊടുക്കാൻ ഫി സലാത്തിൽ ഫജ്ർ, സുബഹിസ്കാരത്തിൽ. അപ്പോൾ സുബഹിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാൻ. അങ്ങനെ പദ്ധതി ഞാൻ ബാങ്ക് കൊടുത്തു. ഫാറാദ് ബിലാൽ, അപ്പോൾ ബിലാൽ ഉദ്ദേശിച്ചു യുക്കീമ ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി ബിലാൽ ഉദ്ദേശിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലായിരിക്കാം, അതാവാൻ സാധ്യത, അല്ലാഹു അലം. എന്തായാലും ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് സാധാരണ ഇക്കാമത്ത് കൊടുക്കുക. അപ്പോൾ ഇക്കാമത്തിൻ്റെ സമയം ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു തുന്നിയപ്പോൾ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു ഇന്ന അഹ എന്താണ് ഈ സുധാ അല്ലേ, ഇന്ന അഹ സുധാ, ഈ സുധാ എന്ന ഈ സഹോദരൻ ഉണ്ടല്ലോ, അത് അദന, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ന അഹ സുധാൻ, സുധാൻ്റെ സഹോദരൻ അല്ലേ, സുധാൻ്റെ സഹോദരൻ. അപ്പം സുധാ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എങ്ങാണ്ടാണ് സുധാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനിലേക്ക് നിസ്ബ ചെയ്തിട്ട് എങ്ങാണ്ടാണ് സുധായി എന്ന് പറയുന്നത്. എന്തായാലും സുധായിൻ്റെ സഹോദരൻ കത് അതിനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അവൻ അതിനെ ആരാണോ ബാങ്ക് കൊടുത്ത ഫഹു യുക്കീം, അവനാണ് ഇക്കാമത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് യോജിച്ച് വരുന്നത്. അപ്പം ബാങ്ക് കൊടുക്കുന്ന കൊടുക്കുന്ന ആൾ ഇക്കാമത്ത് കൊടുക്കില്ല. അതാണ് നിബിധങ്ങൾ പറഞ്ഞത്. അപ്പം ലാലിനോടൊപ്പം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ബാങ്ക് കൊടുത്ത് റവാഹു. അപ്പം ഈ ഇക്കാമത്ത് കൊടുക്കാൻ അവസരം കിട്ടിയ ആൾ തന്നെയാണ് നിവേദനം ചെയ്യുന്നത് കേട്ടോ. റവാഹു തുർമുദി വഅബൂ ദാവൂദ് വഇബ്നു മാജ. അൽ ഫസ്ൽ സാലിസ്, മൂന്നാം ഫസ്ൽ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാനൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളായിരുന്നു ഹീന ഖദിമുൽ മദീന, അവർ മദീനയിലേക്ക് വന്ന വേളയിൽ യജ്തമ്യൂന, അവർ ഒരുമിച്ച് കൂട്ടുമായിരുന്നു. എന്നിട്ട് ഹയ്യനൂന എന്ന് വെച്ചാൽ സമയം നോക്കുമായിരുന്നു. നിസ്കാരത്തിൻ്റെ ടൈം ഇങ്ങനെ നോക്കും. അപ്പോൾ ആദ്യം ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് നിസ്കാരത്തിൻ്റെ ടൈമാണെന്ന് നോക്കും. ടൈം ആവുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്യും? പള്ളിയിൽ വരുമെന്ന് മനസ്സിലാക്കാം. വലൈസ് യുനാദി ബിഹ, ഈ നിസ്കാരം കൊണ്ട് ആരും വിളിച്ചു പറയില്ലായിരുന്നു. നിസ്കാരം കൊണ്ട് വിളിച്ചു പറയില്ലായിരുന്നു അത് ഒരാളും. അവൻ ബാങ്ക് കൊടുക്കുന്ന സിസ്റ്റം ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുള്ളൂ? എല്ലാവരും ടൈം വന്നതിന് മുമ്പ് വരും, ടൈം ആയാന്ന് നോക്കും. ആകുമ്പോഴേക്കും നിസ്കാരം വേണം. അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ പത്തക്കലം അവർ സംസാരിച്ച് ഒരു ദിവസം ഈ വിഷയത്തിൽ ഈ ആളുകൾക്ക് ഇപ്പം വൈകി വരികയാണെങ്കിൽ അവർക്ക് നിസ്കാരത്തിൻ്റെ ടൈമായി എന്നൊക്കെ അറിയാം എന്താ ഒരു മാർഗം എന്നതിനെ പറ്റി അവർ ചർച്ച ചെയ്തു. അങ്ങനെ ഇപ്പോൾ കാല് ഭാഗം ചിലർ പറഞ്ഞു ഇത്തഹദൂ, നിങ്ങൾ ഉണ്ടാക്ക് മിസല നാക്കൂസ്, ഒരു നമ്മൾ പറഞ്ഞ നഗാരം പോലുള്ള ഒരു, നമ്മൾ പറഞ്ഞല്ലോ ചെണ്ട പോലത്തെ വലിയ സാധനം അത് കൊട്ടാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ നഗാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. നഗാരം പോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കും, നാക്കൂസിൻ നസാറ. അപ്പോൾ നമുക്ക് മനസ്സിലായി നസാറാക്കളുടെ എന്താണ് ഒരു ഈ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി മണിയെടുക്കുന്ന ശബ്ദത്തിന് വേണ്ടിയാണ് നഗാരം. നഗാരം ഇനി വല്ല മണിയാണോ എന്നും നോക്കണം ഇൻഷാ അല്ലാഹ്. നഗാരം മണിയാണെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. എന്തായാലും നാക്കൂസിൻ നസാറ, ക്രിസ്ത്യാനികളുടെ നഗാരം പോലെയുള്ള എന്തെങ്കിലും അങ്ങനത്തെ തട്ടാനും മുട്ടാനും പറ്റിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആളുകളെ വിളിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു. കാലഭാഗവും അതിൽ ചെല്ലു പറഞ്ഞു കാരണം ഒരു കൊമ്പുണ്ടാക്കാൻ, ഒരു കുഴ ഇങ്ങനെ ഊതുന്ന മിസില കാരണം ജൂതന്മാർ ഊതാണ് ചെയ്യുക. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ, ഹദീസിലായിരുന്നു. എന്തായാലും ജൂതന്മാരുടെ പതിവ് എന്താണ്? ഊതലാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കാൻ. അപ്പോൾ കാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അവല തബാസൂന, നിങ്ങൾക്ക് അയച്ചുകൂടെ? റജുൽ, ഒരാളെ, ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായമാണ്, നിങ്ങൾക്ക് ഒരാളെ അയച്ചുകൂടെ? യുനാദി, എങ്ങനെയുള്ള ഒരാൾ, അയാൾ വിളിച്ചു പറയും ഇസ്ലാത്ത് നിസ്കാരം കൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിൻ്റെ ടൈമായി എന്ന് പറഞ്ഞിട്ട് ആളുകളിലേക്ക് ഒരാൾ അയച്ചു വിട്ടാൽ പോരെ നീ. അപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ ബിലാൽ, ഓ ബിലാലെ കും, നീ നിൽക്ക്, ഫനാദി ബിസ്സലാം, നിസ്കാരം കൊണ്ട് നീ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പം നബിങ്ങളിങ്ങനെ ഓർഡർ ഇട്ട്. മുത്തഫഖനാണ്. ഇനി വഅൻ അബ്ദുല്ലാഹി ബിൻ സെയ്ദ് ബിൻ അബ്ദു റബ്ബി അല്ലേ റളിയല്ലാഹു അൻഹു, അബ്ദു റബ്ബി അല്ലേ, തൻ്റെ റബ്ബിൻ്റെ അടിമയായ അല്ലേ, തൻ്റെ റബ്ബിൻ്റെ അടിമ എന്നാണ് ഒരാളുടെ പേരിൻ്റെ അർത്ഥം. എന്നാലും പോട്ടെ. കല ഇതേ പറഞ്ഞു ലമ്മ അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കൽപ്പിച്ചപ്പോൾ നാക്കൂസ് കൊണ്ട്, നഗാരം കൊണ്ട് കൽപ്പിച്ചപ്പോൾ ഈ അമലു, നാക്കൂസിന് ഉസ്താമാർ പറഞ്ഞാണ് നഗാരം എന്നുള്ള അർത്ഥം. അത് എന്താ സംഗതി എന്നറിയില്ല, ചെണ്ട പോലത്തെ ഉള്ള സാധനമാണെന്ന് പറഞ്ഞു. ചെറു നോക്കാം. എന്തായാലും ഈ യുഅമലു അത് ഉപയോഗിക്കപ്പെടും. യുറബിഹി അതുകൊണ്ട് അടിക്കാൻ വേണ്ടി, ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആക്കും. എന്തിനാ അത് ജനങ്ങൾക്ക് വേണ്ടി അതിനെ അടിക്കപ്പെടുന്നത്? അത് ലിജമി സ്വലാത്ത്, നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി. അങ്ങനെ താഫ ബി
എന്നെയും കൊണ്ട് ചുറ്റി വാന ന്യായമി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കേ. അപ്പോൾ ഈ നിവേദനം ചെയ്യുന്ന ആരാണ്? അബ്ദുള്ള എന്നവരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നഗാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ സ്ഥാനത്ത് ആളുകളെ നിസ്കാരത്തിൻ്റെ ടൈമാണെന്ന് അറിയിക്കാൻ വേണ്ടി. അങ്ങനെ ത്വാഫ ബി എന്നെയും കൊണ്ട് ചുറ്റി എന്ന് പറഞ്ഞാൽ വാന ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ്, അന്ന് രാത്രി ഈ റാവി കിടക്കുമ്പോൾ, അബ്ദുള്ള എന്നവർ കിടക്കുമ്പോൾ എന്നെയും കൊണ്ട് ചുറ്റി ഒരാൾ യാമിൽ അദ്ദേഹം ചുമക്കുന്നുണ്ട് ഒന്നിലൊക്കെ. എന്തിനെ? നാക്കൂസ, ഒരു നഖാരത്തെ ഫിയദിഹി, തൻ്റെ കയ്യിൽ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ അബ്ദുല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ അടിമേ, തബീഉ നാക്കൂസ, ഈ നാക്കൂസിനെ നീ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒമാ തസ്നാ ബിഹി, നീ ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? അപ്പം കുൽത്തു, ഞാൻ പറഞ്ഞു, നദഉ ബിഹി, ഞാൻ ഇതുകൊണ്ട് ക്ഷണിക്കും ഇല സലാത്തി, നിസ്കാരത്തിലേക്ക്, അതായത് നിസ്കാരത്തിലേക്ക് ആളുകളെ ഞാൻ ഇതുകൊണ്ട് ക്ഷണിക്കുന്നു, ഇങ്ങനെ മുട്ടി. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അഫല അതുല്ലുക്ക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ, അലാമ ഒന്നിൻ്റെ മേൽ, അതായത് ഒന്നിനെ അറിയിച്ചു തരട്ടെ, ഹുവ അത് ഹൈറും മിൻ ദാലിക, ഇതിനേക്കാൾ നല്ല തന്നെ, കാര്യത്തെക്കാൾ നല്ല വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കുൽത്തു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബല ആയിക്കോട്ടെ. ഈ മനുഷ്യൻ പറഞ്ഞു, ഈ റാവിയോട്, ഈ സഹാബിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതിൻ്റെ ഇതും പറയാണ്. അപ്പോൾ തഫ്സീലിൻ്റെ ഫാണ്. അപ്പോൾ പറഞ്ഞു, തഖുൽ, നീ പറ അല്ലാഹു അക്ബർ എന്ന് ഇലാഹിലെ അവസാനം വരെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇക്കാമത്ത്, എങ്ങനെ തന്നെ ഇക്കാമത്തിനെ, ഫഖദൽ ഇക്കാമത്തിനെ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം. പലമ അസ്ബഹത്തു, അങ്ങനെ ഈ അസ്ബഹ അള്ളാഹ ഒക്കെ ഉണ്ടല്ലോ, അത് സംഗതി ഇതിൻ്റെ ഒന്നും അർത്ഥം ഒന്നും ഉണ്ടാവില്ല, സുബിയായി എന്നാണ് അർത്ഥം ഉണ്ടാവുക. താമാവും അതിന് ഫായിൽ മാത്രമേ ഉള്ളാവുള്ളൂ. അപ്പോൾ അസ്ബത്ത് താമാണ്, ഞാൻ പ്രഭാതത്തിലായപ്പോൾ, എനിക്ക് പ്രഭാതമായപ്പോൾ, ഞാൻ പ്രഭാതത്തിലായപ്പോൾ എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം വരുന്നത്. ഇനി അസ്ബത്ത് എന്തിട്ട് ഞാക്കിസുണ്ട്. നാക്സാവുമ്പോൾ എന്താണ്, അവിടെ പ്രഭാതം എന്നുള്ള അർത്ഥമേ ഉണ്ടാവില്ല. അപ്പം അസ്ബഹ സെയ്ദുൻ ആലിമ, സെയ്ദ് പണ്ഡിതൻ ആയി എന്നുള്ളൂ. സെയ്ദ് രാവിലെ പണ്ഡിതനായി എന്നൊരർത്ഥം അവിടെ പറയില്ല. പക്ഷെ രാവിലെ പറയുമ്പോഴാണ് ആ അസ്ബറ പ്രയോഗിക്കുക. ഇപ്പോൾ ഒരു ലുഹാടെ സമയത്താണ് ഒരാൾ പണ്ഡിതനായ ആൾക്ക് പണ്ഡിതൻ്റെ ബിരുദമൊക്കെ കൊടുക്കുന്ന ലുഹാടെ സമയത്താണ് അൽഹ എന്ന് പറയും. രാത്രി ആണെങ്കിൽ ബാത്ത എന്ന് പറയും. സംഗതി അവിടെ അർത്ഥം പറയുമ്പോൾ അതിന് രാത്രി എന്നോ അല്ലെങ്കിൽ ലുഹാ സമയം എന്നോ അങ്ങനെ പറയുമോ ഇല്ല. അതാണ് നാക്സ. ചെറിയൊരു അംശം ഉണ്ടാവും മാനയിൽ, എന്ന് വെച്ചാൽ ആ മാന ശരിയായിട്ട് പറയുകയില്ല. അതാണ്. എന്തായാലും ഇതിപ്പോൾ താമാണ്. ഞാൻ പ്രഭാതത്തിലെത്തിയപ്പോൾ ദഹല ഫിസുബ് അല്ലേ ഞാൻ പ്രഭാതത്തിലെത്തിയപ്പോൾ അത്തീത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഞാൻ ചെന്നു. അപ്പോൾ അക്ബർത്ത്, ഞാൻ നിങ്ങളെ അറിയിച്ചു കൊടുത്തു, ബിമ റഅയ്തു, ഞാൻ കണ്ട ഒന്നിനെ സംബന്ധിച്ച്. ഫഖാൽ, നബികൾ പറഞ്ഞു, ഇന്നഹാ അത് ലറുയ ഹഖുൻ, ലറുയ എന്നുള്ളത് ഗൈറു മുൻസരിഫാണ്. റുയ സായിദയായ അലിഫാണ്. അലിഫുത്ത നീസി മുത്തല കമ്മന അല്ലേ, അലിഫിലുണ്ടല്ലോ. അപ്പോൾ അത് ഒരു മുൻസരിഫാണ്. ഇത് ഹക്കുൻ, ഹക്കായ യാഥാർത്ഥ്യമായ സ്വപ്നമാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ച ഇത് യാഥാർത്ഥ്യമാകുന്ന സ്വപ്നമാണ് എന്ന് നബികൾ പറഞ്ഞു. ഫോക്കും, അതുകൊണ്ട് താങ്കൾ എണീക്കുക. ബിലാലിനോടൊപ്പം എണീക്കുക. ബിലാൽ നിൽക്കുമ്പോൾ താങ്കളും കൂടെ നിൽക്കുക. എന്നിട്ട് അൽക്കി അലിഹി, ബിലാലിൻ്റെ മേൽ ഇട്ട് കൊടുക്കുക, അതായത് ചൊല്ലിക്കൊടുക്കുക. മാ റഅയ്ത, താങ്കൾ കണ്ട സ്വപ്നത്തിലുള്ള എന്താണോ അത്. എന്നിട്ട് ഫലിയു അതിൻ ബിഹി, എന്നിട്ട് ബിലാൽ കൊണ്ട് ബാങ്ക് കൊടുക്കട്ടെ. തൽക്കാലം താങ്കൾ കൊടുക്കേണ്ട, അതായത് ബിലാൽ കൊടുക്കട്ടെ. ഫൈനോ, കാരണം എന്ന് വെച്ചാൽ ബിലാൽ കൂടുതൽ ആയ ആളാണ്. കൂടുതൽ നദ എന്ന് വെച്ചാൽ ഉയരുക എന്നുണ്ട് നദ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഉയർച്ചയുള്ള ആളാണ്. എന്തിനാണ്? ശബ്ദത്താൽ നിന്നേക്കാൾ. അപ്പോൾ നിന്നെക്കാൾ നല്ല ശബ്ദം, കൂടുതൽ ഒച്ചത്തിൽ ശബ്ദമുള്ള ആൾക്കാണ് ബിലാലിനാണ്. അതുകൊണ്ടാണ് ബിലാൽ ബാങ്ക് കൊടുക്കേണ്ടത്. എന്ത് ചെയ്യുക? ബിലാലിന് ഈ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ ആ കലിമത്തുകൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഫഖംതു മാ ബിലാൽ, ഞാൻ ബിലാലിനോടൊപ്പം എണീറ്റു. ഫജഅൽതു, ഞാൻ എന്നിട്ട് തുടങ്ങി. ഉൽഖീഹി, അതിനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അലിഹി, അതായത് അന്ന് ആ ബാങ്കിൻ്റെ സീതുകളുണ്ടല്ലോ, അതിന് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. തുടങ്ങി കേട്ടോ. എന്നിട്ട് അലിഹി, ബിലാലിൻ്റെ മേൽ. എന്നിട്ട് അതിന് ബിലാൽ ബാങ്ക് കൊടുക്കാനും തുടങ്ങി. ബിഹി, ഞാൻ പറഞ്ഞ കലിമത്തുകളുണ്ട്. അപ്പോൾ റാവി പറയാണ്, ഫസമിയ ബിലാലിക ഉമർ റളിയല്ലാഹു അൻഹു, അത് കേട്ടു. ബിലാലിക എന്ന് വെച്ചാൽ അതിന് കേട്ടു ഉമർ ബിൻ ഖത്താബ്. അപ്പോൾ എതിർസ്ഥിതി, അദ്ദേഹം തന്നെ ഫി ബൈത്തി, അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കെ. അങ്ങനെ ഫഹറജ, ഉമർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നു. യജുറു, വലിച്ചയച്ചുകൊണ്ട് ഇദാഹു, തൻ്റെ പുതപ്പിന്, മേലിലിട്ടിരുന്ന പുതപ്പിന്. അപ്പോൾ ഉറക്കത്തിന് വേഗം എണീറ്റ് വന്നാണ്. ധൃതിയിൽ വരുമ്പോൾ എന്താണെന്നുള്ളതൊന്നും ഇല്ലാതെ വേഗം വന്നില്ല. ഇത് കണ്ടത് യഖൂല് പറയുന്നതായിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വല്ലതീ, ഒരുവൻ തന്നെയാണ് സത്യം, ബഅസക, അങ്ങനെ അയച്ചു, ബിൽ ഹഖ്, യാഥാർത്ഥ്യവുമായിട്ട്, ഹക്കുമായിട്ട് താങ്കൾ ആരാണ് അയച്ചത് അവൻ തന്നെയാണ് അള്ളാഹുടെ സത്യം. ലഖദ് റഅയ്തു, ഞാൻ കണ്ടു, മിസ്ലമാ ഉരി, ഇവിടെ ഈ മനുഷ്യന് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടല്ലോ നമ്മുടെ റാവിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ട അതേ കാര്യം ഞാൻ സ്വപ്നത്തിൽ കണ്ട നബിയേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. സംഗതി സ്വപ്നം കണ്ടുകൊണ്ടാണോ? അതിൽ പ്രബലമായ അഭിപ്രായം നബിതങ്ങൾക്ക് ആദ്യം വഹി കിട്ടിയിരുന്നു എന്നുള്ളതാണ്. നബിതങ്ങളുടെ വഹിനോട് ഇവരുടെയൊക്കെ സ്വപ്നം യോജിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നബിതങ്ങളുടെ വഹിയിലൂടെ കിട്ടിയ സംഗതിയാണ് ഈ ബാങ്ക് എന്നുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ഫലില്ലാഹിൽ ഹംദു, അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. ആ സംഭവം അബൂദാവൂദ് ദാരിമി ഇബ്നു മാജ ഇല്ല അന്നഹു, പക്ഷേ ഇബ്നു മാജ ലം യദ്കുർ ഇഖാമ, ഈ ഇഖാമത്തിന്റെ കാര്യം പറഞ്ഞില്ല. ഇഖാമത്തിന്റെ കാര്യം പറഞ്ഞില്ല. ബാക്കിയൊക്കെ എന്തായി പറഞ്ഞു. അവിടെ ഇഖാമത്ത് എവിടെ? വഖദൽ ഇഖാമത്ത എന്ന് പറഞ്ഞല്ലോ. ഇപ്രകാരം ഇഖാമത്തിനെ എനിക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ള, എനിക്ക് ചൊല്ലിത്തന്നു ആ സ്വപ്നത്തിൽ കണ്ട മനുഷ്യൻ. ആ കാര്യം ആരും നിവേദനം ചെയ്തിട്ടില്ല, ഇബ്നു മാജ നിവേദനം ചെയ്തിട്ടില്ല. അപ്പോൾ കാൽ തുർമുദി ഇമാം പറഞ്ഞു ആദാ ഹദീസ് സഹിയായ ഹദീസാണ്. ലാക്കിനോ, പക്ഷേ വിഷയം ആ ഹദീസ് ലം യുസരിഹ് ഖിസ്സത്ത നാഖൂസ്, ഈ ഹദീസ് എന്താകുന്നില്ല, ഈ നാക്കൂസിൻ്റെ കഥയില്ലേ, നാക്കൂസിൻ്റെ സംഗതി നഖാരത്തിനെ പറ്റിയുള്ള ചെറിയൊരു പറച്ചിലുണ്ടായിരുന്നു. ആ പറച്ചിലിന് അതെന്താകുന്നില്ല, വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് തുർമുദി ഇമാമ് ഈ ഹദീസിന് സഹിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാക്കിനെ പക്ഷേ തുർമുദി ഇമാമും എല്ലാം യുസരിഹ് വ്യക്തമാക്കിയിട്ടില്ല. ഖിസ്സത്ത നാക്കൂസ്, നാക്കൂസിൻ്റെ കഥ വ്യക്തമാക്കിയിട്ടില്ല. ആ നാക്കൂസ് എന്ന് വെച്ചാൽ മണിയാണ് കേട്ടോ, ചെണ്ട പോലത്തെ ഒരു ഉപകരണമല്ല. നാക്കൂസ് ഇരുമ്പിൻ്റെ മണിയാണ്, ഇരുമ്പിൻ്റെ പലക, മുകളിൽ മുട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കുക. നമ്മുടെ സാധാരണ നാട്ടിലുള്ള ആ സംഗതി തന്നെ. നമ്മുടെ നാടുകളിലൊക്കെ, ക്രിസ്ത്യാനികളുള്ള നാടുകളിലുള്ളവർക്ക് അറിയാം, പള്ളിയിൽ എന്ത് ചെയ്യും, കപ്പേര് മണിമുട്ടുന്ന കാര്യം, അതാണ് സാധനം. അപ്പം നഗാർ എന്നതിനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. നഗാർ എന്നുള്ള പേര് കണ്ടില്ല, മലയാളീശ്വരത്തിൽ കണ്ടില്ല. പിന്നെ അപ്പം നമുക്കെന്ത് ചെയ്യാം, മണിന്ന് തന്നെ വെച്ചാൽ മതി. ഇനി വാൻ അബീ ബക്കറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖറഅതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം ഞാൻ പുറപ്പെട്ടു ലിസ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിനായി. ഫകാന ലാ യമറു, നബി തങ്ങൾ നടക്കുമായിരുന്നില്ല. അപ്പോൾ ബിറജുൽ, ഒരാളുടെ അടുക്കൽ ഇല്ലാനാദാഹു, നബി തങ്ങൾ അവനെ വിളിച്ചിട്ടല്ലാതെ വിസ്വലാത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ വരുന്നു വിളിച്ചിട്ടല്ലാതെ നബി തങ്ങൾ ഒരാളുടെ അടുത്തോട്ട് പോയോ. അപ്പോൾ സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി വിളിച്ചു. അല്ലെങ്കിൽ വിളിക്കുമൊന്നുമില്ല, അല്ലെങ്കിൽ ഹറക്കവും, നബി തങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അവനെ അനക്കും, തഹരീക്ക് അല്ലേ, ഹർക്കത്താക്കും, ചലിപ്പിക്കും. ബിരിജിലി, നബി തങ്ങളുടെ കാലുകൊണ്ട്. അപ്പോൾ കാലുകൊണ്ട് തട്ടാം. അപ്പോൾ കാലുകൊണ്ട് തട്ടാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞ് ഉണ്ടോ, ഇത് നമുക്ക് തെളിവ് പിടിക്കാന്നുള്ള ഇതിൽ തന്നെ. ഇബ്നു ഹജർ ഹൈതമിക്ക് മിഷ്കാത്തിൻ്റെ ഷറഹുണ്ട്, എൻ്റെ പേരെന്താണെന്നറിയില്ല, എന്തായാലും ആ ഷറയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഗതി എന്താണ്, ഇതാക്കാൻ പറ്റുമെന്ന്, കാലുകൊണ്ട് തട്ടി വിളിക്കാൻ പറ്റുമെന്ന്. കാലുകൊണ്ട് തട്ടി വിളിക്കല്ല, അതവുകേട് ആണ്, മറ്റേതാണെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ അതൊന്നും നബിതങ്ങൾ തട്ടി വിളിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ആരെ തട്ടി വിളിച്ചത്? അസ്ഹാബിനാണ്. സഹാബത്തിൻ്റെ അടുത്ത 7 ലോകത്ത് എത്താത്ത ആളുകളെ ഇപ്പോൾ തട്ടി വിളിച്ചാൽ അത്ര വലിയ പ്രശ്നമുണ്ടോ? സഹാബത്തിൻ്റെ കാലുകൊണ്ട് തട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പലതും പറയാം, പക്ഷേ എങ്കിലും അത് മോശമാണ്, ഇതാണെന്ന് പറയേണ്ടതൊന്നുമില്ല. കാരണം സഹാബത്തിൻ്റെ നബിതങ്ങൾ തട്ടി വിളിച്ചിട്ടുണ്ടെങ്കിലേ, പിന്നെ തട്ടി വിളിക്കുന്ന ആൾ നബിതങ്ങളാണ്, അത് വേറെ വിഷയം. അപ്പോൾ ഇത് തെളിവ് പിടിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അഭിപ്രായപ്പെട്ടുള്ളത്. കാലുകൊണ്ട് തട്ടി വിളിക്കലേ നമ്മുടെ കോളേജിലൊക്കെ ഉണ്ടാവില്ലല്ലോ. എന്തായാലും റവാഹു അബൂദാവൂദ് വാൻ മാലിക് റളിയല്ലാഹു അൻഹു ബലഗഹു, ഉണ്ടോ, മാലിക് റളിയല്ലാഹു മൂത്തൽ പലപ്പോഴും പറയും ബലഗനി, എനിക്ക് ഇന്ന കാര്യം എത്തി, ഹദീസായിട്ട് എത്തി എന്നുള്ളതിൽ ബലഗ ഇട്ട് പറയും. എന്നാൽ ബലഗ അദ്ദേഹത്തിന് എത്തി. അന്നൽ മുഅദ്ദിന, നിശ്ചയം ബാങ്ക് കൊടുക്കുന്ന ഒരാൾ, ജാ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നു. യുഅ്ദിനുഹു ലിസ്സലാത്തി സുബ്ഹി, യുഅ്ദിനുഹു ഉമർ റളിയല്ലാഹുവിനെ സമ്മതം ചോദിക്കുന്നതായ നിലക്ക്, ലിസ്സലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി. അങ്ങനെ അപ്പോൾ വജദഹു നായിമ, ഉമർ റളിയല്ലാഹുവിനെ ഉറങ്ങുന്നതായിട്ട് എത്തിച്ചു. ഉമർ റളിയല്ലാഹുവിന് ഭരണാധികാരിയായിരിക്കും. അപ്പോൾ സുബഹിക്ക് തുടങ്ങട്ടെ എന്നുള്ളതിൽ സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഉറങ്ങാണ്. അപ്പോൾ കാല, ഈ വന്ന ആൾ പറയാണ്, മുഅദ്ദിൻ പറയാണ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉമർ റളിയല്ലാഹുവിന് ഭരണാധികാരിയാണ്. ഭരണാധികാരിയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠം എന്താണ്, നിസ്കാരമാണ് എന്ന്. അങ്ങനെ ഫഅമറഹു ഉമർ അദ്ദേഹത്തിനോട് കൽപ്പിച്ചു, അയ്യജഅലഹാ ഫീ നിദാഇ സുബ്ഹി, സുബ്ഹി ബാങ്കിൽ അതിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊള്ളാൻ. അപ്പോൾ ഈ ഹദീസ് വന്നപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം തുടങ്ങിയത്. പക്ഷേ മറ്റു ഹദീസിൽ, നമ്മൾ മുമ്പ് കഴിഞ്ഞ ഹദീസിൽ നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലേ, അസ്സലാത്തു ഖൈറും മിനൻ നൗമിൻ്റെ കാലം, ലാ തസൂബുന്ന യാ ബിലാൽ ലാ തസൂബുന്ന ഫീ ഷൈഇൻ മിനസ് സ്വലവാത്തി ഇല്ല സ്വലാത്തുൽ ഫജ്രി എന്നങ്ങാണ്ടുള്ള ഹദീസ് നമ്മൾ മുമ്പ് കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയതാണോ അല്ലയോ എന്നുള്ള കാര്യം സംശയമായി. അപ്പോൾ എന്താണ്, രണ്ട് ജമ്മ് ചെയ്യണം. അങ്ങനെയാണ് പ്രബലം അങ്ങനെ വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അല്ല, അതിന് മുമ്പ് നബി തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ് ഈ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള പ്രയോഗം. വാൻ അബ്ദുറഹ്മാൻ ബിനു സഈദ് ബിനു അമ്മാർ ബിനു സഈദ് മുഅദ്ദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മുഅദ്ദിനായിരുന്ന അവരിൽ നിന്ന് നിവേദനം, അന്നഹു ഖാല ഹദസനി അബി, എൻ്റെ പിതാവ് എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു.
അല്ല, നബി തങ്ങളുടെ മുഅദ്ദിനായിരുന്നു എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹുവിനെ പറ്റിയാണ്. അവസാനത്തെ, അതായത് സഅദ് റളിയല്ലാഹുവിൻ്റെ മകൻ അമ്മാറിൻ്റെ മകന്, ഇതിപ്പോൾ എങ്ങനെ ആവാൻ സാധ്യത എന്നറിയില്ല, 2 സഅദ്, ഏതോ ഒരു സഅദിൻ്റെ ഇതായിട്ട് മനസ്സിലാകുന്നത്. ഏതോ ഒരു സഅദിനെ പറ്റിയാണ് മുഅദ്ദിൻ റസൂലുള്ളാഹി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഅദ്ദിനായിരുന്നു എന്ന്. എന്തായാലും കാല ഈ അബ്ദുറഹ്മാൻ എന്നവർ പറയാണ്, ഹദസനി അബി, എൻ്റെ പിതാവ് എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു. അൻ അബി, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പിതാവ് ജദ്ദിൽ നിന്ന്. അപ്പം മിക്കവാറും ഈ അവസാനം പറഞ്ഞ സഅദില്ല, 2 പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. സഅദിൻ്റെ പുത്രൻ അമ്മാറിൻ്റെ പുത്രൻ സഅദ്, അവരുടെ പുത്രൻ അബ്ദുറഹ്മാനാണ് ഇവിടുത്തെ റാവി. അപ്പം ഒരാൾ തൻ്റെ മോന് ഹദീസ് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം തന്നെ മോന് ഹദീസ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ 4ാമത്തെ ആളാണ് ഈ അബ്ദുറഹ്മാൻ എന്നുള്ളത്. അപ്പോൾ ഈ മുഅദ്ദിൻ റസൂലുള്ളാഹി എന്നുള്ളത് അവസാനം എത്തിയ 3ാമത്തെ വാപ്പ ഉണ്ടല്ലോ, അദ്ദേഹം ആയിരിക്കണം അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നതാണ്. അദ്ദേഹം പറയാണ്, കാല ഹദസനി നമ്മുടെ ഈ റാബി അബ്ദുറഹ്മാൻ പറയാണ്, എനിക്ക് എൻ്റെ പിതാവ് ഹദീസ് പറഞ്ഞു തന്നു, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും, അദ്ദേഹത്തിന് പിതാവിൽ നിന്നും, ഇങ്ങനെ പോവാം. അപ്പോൾ ഈ ജദ്ദിഹിന്നുള്ള ആ ലമീർ തൊട്ട് മുമ്പുള്ള അബിലേക്ക് മടക്കരുത്, ആദ്യത്തെ അബിലേക്ക് മടക്കണം കേട്ടോ. അല്ല പിന്നെ പിതാവിൻ്റെ പിതാവ് ഒന്നും കൂടെ ആവും, ഇടക്ക് ഒരാൾ ഒഴിവായതൊക്കെ ആയിട്ട് വരും. എന്തായാലും അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അമറ കൽപ്പിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു ഐ യജ്അല അസ്ബഅഹി അല്ലെങ്കിൽ ഇസ്ബഅഹി, ഈ 11 9 ലുഗത്തുണ്ട് ഈ വിരലിനെ പറ്റി പറയുന്ന അറബി പദത്തിൽ. ഇസ്ബ, ഉസ്ബു, അസ്ബ ഒക്കെ ഉണ്ട്. ഫി ഉദ്നിഹി, തൻ്റെ 2 ചെവിയിലും വിരൽ വെക്കാൻ പറഞ്ഞു. അവൻ ചെവിയുടെ ഉള്ളിലോട്ട് കയറ്റി വിടണ്ട, വെച്ചാൽ മതി. വക്കാല, എന്നിട്ട് പറഞ്ഞു, ഇന്നഹു അർഫഉ ലി സൗതിക, അത് കൂടുതൽ ഉയർത്തുന്നതാണ് ഈ സൗതിക, ഇതിൻ്റെ ശബ്ദം ഉയരാൻ കാരണമാണ്. ചെവിയിൽ കൈവച്ച് ബാങ്ക് കൊടുക്കുമ്പോൾ ചെവിയുടെ ആ ഓട്ടയിൽ കൊണ്ട് ഉള്ളിലോട്ട് കയറ്റിടുന്നല്ല, അവർ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. റവാഹു ഇബ്നു മാജ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.